അപ്പോൾ ഗൈസ് ഹൈയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യം ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു എൻ്റെ സൈക്കിളിൻ്റെ വീഡിയോ ഒന്നും എടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ഒരു കൊല്ലം മുമ്പ് ഞാൻ എടുക്കാൻ നോക്കിയിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമുക്ക് എൻ്റെ സൈക്കിൾ കാണുമ്പോൾ തുറക്കാൻ പോവാണ്. റെഡി സ്റ്റഡി ആജി. എൻ്റെ സോണിക് ഹീറോൻ്റെ സൈക്കിളുമായി സോനാണ് എനിക്ക് സൈക്കിൾ ഓട്ടത്തിലും ബാലൻസ് പഠിച്ചത്. ബാക്കി ഉപ്പായിരുന്നു. അയ്യോടാ എനിക്ക് ബ്രേക്ക്. അയ്യോ ഞാൻ പോയി. ഇറക്കിയിട്ടാണ് ബ്രേക്ക് കൊടുക്കുന്നത്. ഞാൻ ഓടിച്ചാണ് ഒന്ന് ഇറക്കിറങ്ങിയിട്ടൊന്ന് ബ്രേക്ക് കൊടുക്കട്ടെ ഗൈസ്. അപ്പെങ്കിലും ഒന്ന് താഴെ ഇറക്കുമോ? അപ്പോൾ ഇവന് സൈക്കിള് ഒരു റെഡ് സൈക്കിൾ ഉണ്ടായിരുന്നു, അത് നാശമായിപ്പോയി. സൈക്കിളായിരുന്നു അന്ന് ഞാൻ ഓടിക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അതിന് ശേഷം നാശമായതിന് ശേഷം ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സൈക്കിൾ എനിക്ക് മേടിച്ചു തന്നത്. എൻ്റെ ഇപ്പോൾ ബെല്ല് പോയി കാണിച്ചിട്ടുണ്ട്. ഇത് സ്ക്രൂ ഒക്കെ ഊരിപ്പോയി. ഇതെന്താ കാര്യം ഞാൻ കാണിച്ചുതരാം. ഞാൻ കുറേ വീണ് ഇവിടെ ഒരു പാർട്ടുണ്ടാവും, ആ പാർട്ട് പോയി ഗൈസ്, ഫുൾ പോയി. എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, മീനടിക്കുമ്പോൾ പീന്നടിക്കുന്നില്ല, അതുണ്ടായിരുന്നു, പക്ഷെ അത് പോയി കാണാണ്ടായിട്ട്. ഞാനേ എൻ്റെ സോണിക്ക് ഹീറോൻ്റെ ആണ്. അതിൽ ഹൈറ്റിൽ ഇറക്കത്തിലൊക്കെ എനിക്ക് ഓടിക്കാൻ പാടാണ്. ഹൈറ്റ് തോന്നിപ്പോ ഞാൻ പറയാണ്, നിങ്ങളടുത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഏത് സൈക്കിൾ എന്ന് പറയണം. സാധാ ആണെങ്കിൽ സാധാ, ഗിയർ ആണെങ്കിൽ ഗിയർ, ഡിസ്ക് ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറയാൻ ലൈക്കും സബ്സ്ക്രൈബും മറന്നു പോയരുതേ. അപ്പോൾ ഇത് ലോങ് വീഡിയോ ആണ്, ഷോർട്ട് ഞാൻ കുറേ എടുത്തിരുന്നു. ഞാൻ താഴേക്കൊക്കെ സൈക്കിൾ ഓടിക്കാൻ പോലുണ്ട്. ഇത് നേരെ ഇറക്കറിഞ്ഞ് ചെറിയൊരു റോഡുണ്ടാവും, അധികം വണ്ടിയൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഓടിച്ചളിക്കും കേട്ടും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇതേപോലെ ഞാനും എൻ്റെ ഫ്രണ്ട് 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്ന് അമീനും ഷാനും, ഒരു 2 അനിയനും ഏട്ടന്മാരാണ്. ഒരു 2 പോയി. പിന്നെ ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട് മിച്ചു, ഓനും പിന്നെ നിഹാലും ആയിരുന്നു കൂടെ. നമ്മൾ സൈക്കിൾ ഓടിച്ച് കളിയുമ്പോൾ ഓരെന്താക്കും, താഴെ പുരൻ്റെ ഇടവഴി കൂടെ സ്പീഡിൽ വന്നിട്ട് ഈ റാസിയുടെ പുരൻ്റെ ഒരു കയറ്റുണ്ട്. ആ കയറ്റത്തിലൊരൊറ്റ കയറ്റ ഇങ്ങനെ ഓടിച്ച് കളിക്കുമ്പോൾ പെട്ടെന്നൊരു ബൈക്ക് മുന്നിക്കൊന്ന്. അപ്പം ഞാനെന്താക്കി, അതിന് മുമ്പ് ആ പുരയത്തെ ജീപ്പ് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, ഒരു ചെറിയൊരു ചാല ഇടവഴി ഉണ്ട്, അതിൽ കൂടെ ഇങ്ങനെ ഇറക്കി സ്റ്റാൻഡ് ഇട്ട് ആ ജീപ്പ് പോയി കയറ്റം കഴിയുന്ന വരെ ഞാൻ അവിടുന്ന് വെയിറ്റ് ചെയ്തു ആ വീട്ടിൽ ഇരുന്നിട്ട്. അപ്പം എന്താക്കി, അതിന് ശേഷം ഒരു ബൈക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അതിൽ എൻ്റെ ഫ്രണ്ട് ആദീൻ്റെ
ഉപ്പയും എൻ്റെ അനിയത്തിയും പിന്നെ ഒരു പണിക്കാരനും ഉണ്ടായിരുന്നു. നേരെ നിഹാൽ എന്താക്കി സ്പീഡിൽ വന്നിട്ട് ഒരൊറ്റ കയറ്റം കെട്ടുന്നിടത്ത് ആ സൈക്കിളിൻ്റെ ടയറ് ആ ബൈക്കിൻ്റെ ടയറും മുട്ടി വെച്ച ആക്സിഡൻ്റ് ഉണ്ടായി. ആദ്യം ഒന്നും സംഭവിച്ചില്ല, എനിക്ക് വേനെടുത്തി ഇങ്ങനെ ചിരിച്ചിട്ട് ആ കയറ്റത്തിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ചോര, നെറ്റി പൊട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സൈഡ് പൊട്ടിയിട്ട് ഇങ്ങനെ ചോര ഒലിക്കുന്നു. ഞാൻ ആ ഇറക്കത്തിൽ ഇപ്പോഴും ആക്സിഡൻറ്റ് സംഭവിച്ച് കഴിഞ്ഞിട്ട് ഇറക്കത്തിൽ എനിക്ക് ആ നീച്ച് സൈക്കിൾ ആടെ ഇട്ടിട്ട് നീച്ച് വന്ന് നോക്കി. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് സൈക്കിൾ വേണ്ടാന്ന് പറഞ്ഞു ഇല്ലേ റാസി കേട്ടിട്ട് അവനോട് കുറച്ച് ദിവസത്തേക്ക് സൈക്കിൾ എടുക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞിരിക്കും. ഇവൻ്റെ ഉമ്മാമടക്കം എൻ്റെ ഉപ്പ വരെ പറഞ്ഞിരുന്നു സൈക്കിൾ കുറച്ച് ദിവസത്തേക്ക് എടുക്കണ്ടാന്ന്. അപ്പോൾ ഒരു മാസത്തായി, ഒരു മാസം 10 ദിവസത്തായി സൈക്കിൾ എടുക്കാണ്ടിരുന്നു. പിന്നെ ഞാനൊരു ദിവസം പോയി എല്ലാവരും കൂട്ടി. അപ്പം പിന്നെ നമ്മൾ സൈക്കിൾ ഇങ്ങനെ ഓടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൈക്കിൾ എടുക്കാണ്ട് പോകലുണ്ട്. ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഫുട്ബോൾ കളിച്ച് വരുമ്പോൾ മേത്ത് ഫുൾ ചളിയേക്കും. മഴ ആയതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് ഫുൾ ചളിയേക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസം കുറച്ച് ദിവസം അങ്ങനെ സൈക്കിൾ ഓടിക്കാണ്ടിരുന്നു. പിന്നെ ഞാൻ സൈക്കിൾ കുറച്ച് ദിവസമായി പിന്നെ കുറച്ച് ദിവസമായി. അതിന് ശേഷം പിന്നെ ആ സൈക്കിൾ തൊട്ടിട്ടില്ല. എൻ്റെ കണ്ണാടിക്കുള്ളൊരു നല്ല സൈക്കിളായിരുന്നു. ആ സൈക്കിൾ തൊട്ടിട്ടില്ല ഗൈസ്. പിന്നെ ഒരു കൊല്ലാറ്റായി ഞാൻ തൊടാത്ത ആ സൈക്കിൾ. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇറക്കി റൗണ്ടൊക്കെ അടിച്ച് പിന്നെ റാസി വന്നു. പിന്നെ നമ്മൾ റാസി എപ്പോഴും വരുമ്പോൾ വൈകുന്നേരം ഇങ്ങനെ ചുറ്റി ഓടിച്ച് കളിച്ചിട്ട് ക്രിക്കറ്റ് ബാറ്റും പോകുന്നുണ്ട്. എന്നിട്ട് കുട്ടി ആദ്യം ഒരു ടെന്നീസായിരുന്നു അതിൻ്റെ കൂടെ കിട്ടിയത്. ആ ടെന്നീസ് ഒരു കൊല്ലാറ്റായി കാണാണ്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. പിന്നെ ആ ടെന്നീസ് ഒരു ദിവസം കിട്ടിയതിന് ശേഷം ഇവിടെ പണിക്കാർ വന്നിരുന്നു. ആ പണിക്കാർ വന്നപ്പോൾ പണിക്കാരന് ഞാനും പോയി ക്രിക്കറ്റ് കളിക്കുന്നു. എന്തൊക്കെ രറ്റടി ടെന്നീസ് പറന്ന തോട്ടത്തിൽ. പിന്നെ ഇതിരായിട്ടും കണ്ടിട്ടില്ല. പിന്നെയാണ് ഞാൻ എൻ്റെ മദർസ് വിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഹുസൈൻ ഖാൻ്റെ ഇടയിൽ 10 രൂപ കൊടുത്ത് കുട്ടീസ് വാങ്ങി. പിന്നെ അതാണ് ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുക. അപ്പോൾ റാസി കുറച്ച് നേരം ഓടിക്കും. അതിൻ്റെ മുമ്പിൽ ഒന്ന് ഇവിടെ ഇട്ട് നമ്മൾ കുറേ നേരം ഞാൻ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് അതുകൂടെ എന്നിട്ട് ഓടിക്കട്ടെ ഇതുപോലെ തന്നെ റാസി ഇനി ബാക്ക് കയറിയിട്ട് ഓടിക്കും. ബാക്ക് കയറാൻ പറ്റില്ല. അല്ല ഇവള് ഇവിടെ നിർത്തിക്കോ. ആദ്യം ഇരുന്നോളൂ. നീ അവിടെ കയറി നീ കയറിയിട്ട് തന്നെ ഓടിക്കും. പടലിന് കിട്ടോ ഇതുമ്പോൾ ചവിട്ടിക്കോ. ഈ സമയം ഇതാണ് ആദിലിൻ്റെ സൈക്കിൾ. ക്യാമറാമാൻ്റെ തന്നെ കേട്ടോ. ഓൻ്റെ സൈക്കിൾ സാധാരണ ലീഡറിൻ്റെ കമ്പനിയാണ്. സാധാരണ കേട്ടോ ഇച്ചിരി വലുതാണ്. ഇതേപോലെ ഞാനൊന്ന് ഇടയ്ക്ക് ഓടിച്ചു. ആദി ഇപ്പം എന്താ എനിക്ക് പറയാനുള്ളത് ഇതിലൂടെ? ടഫ് ഇച്ചിരി വെയിറ്റൂലേ? പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നൊരു കാര്യം, നെറ്റ് ഇട്ടു കേട്ടോ. നെറ്റ് ആവാണ്ടിക്കാൻ നെറ്റ് ഇട്ട് ഇട്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തിരുന്നു. നെറ്റ് ഇട്ടിട്ടില്ല. അന്ന് വൃത്തിയാക്കുമായിരുന്നു. അല്ല അന്ന് വൃത്തിയാക്കില്ല, കിളിക്കൂടില്ലേ അതുണ്ടാക്കിയിരുന്നു. അതിന് അന്നൊന്ന് ഈ നെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ കുളം വൃത്തിയാക്കി ശേഷം ഇന്നലെയാണ് ഈ നെറ്റ് ഇട്ടത്. ഈ വയനാട്ടിലെ ക്ലൈമാക്സും കണ്ടു. എന്താണ് നെറ്റ്? ആ മല കണ്ടോ നിങ്ങൾ? ഇന്ന് ദൂരമുള്ള എന്തൊരു സ്ഥലമാണ്. കുറേ പച്ചപ്പ്. അതാ കേട്ടോ ഹൈസ്കൂള്. ഇത് WHSS പിണങ്ങോട് സ്കൂളാണ്. പിന്നെ ഫാക്ടറിൻ്റെ തൊട്ടടുത്ത് ഫാക്ടറി വെച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തൊരു കയറ്റം കയറി ഉണ്ടാവുന്നൊരു കുറേ അങ്ങോട്ട് പോയാൽ കുറച്ച് 1 കിലോമീറ്റർ ഒന്നുമില്ല, ഒരു 3 മീറ്റർ, ഒരു 3 മീറ്റർ വെച്ച് ഉണ്ടാവും ആ സ്കൂൾക്ക്. ഇതാ കണ്ടോ
അത് സ്കൂളിൻ്റെ രണ്ടാമത്തെ ബിൽഡിംഗ് ആണ്. ആടെ 2 ബിൽഡിംഗ് ഉണ്ട്, ഇത് മൂന്നാമത്തെയാണ്. ഇത് ഇവിടെ ഇങ്ങനെ നേരെ ഇതിൽ കൂടെ നടന്നു വന്ന് അവിടെ എത്തിട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ ഹൈസ്കൂളാണ്. ഇടയിൽ കൂടെ നോക്കിയാൽ കാണാം, ഇടയിൽ കൂടെ സൂം ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ ഗൈസ്. ഇല്ല അപ്പോൾ ഗൈസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.